ഹലോ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മാർച്ച് 25 ചൊവ്വാഴ്ച. അപ്പം നമുക്കറിയാം മാർക്കറ്റ് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കാണിക്കുന്ന റാലി എന്ന് പറഞ്ഞാൽ ഒരു വൺ വേ അപ്പ് മൂവ്മെന്റ് ആണ്. അത്യാവശ്യം യാതൊരു കറക്ഷനും ഒന്നും ഇല്ലാതെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ചെയ്യുന്നു, സസ്റ്റെയിൻ ചെയ്യുന്നു, റാലി ചെയ്യുന്നു. ഇപ്പം ഇന്നലെ മാർക്കറ്റ് 307 പോയിന്റ് പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിഫ്റ്റി ഓൾമോസ്റ്റ്, അതായത് ബഡ്ജറ്റിന്റെ ആ ഒരു ഹൈറ്റിൽ നിന്നും മാർക്കറ്റ് ഫോൾ ചെയ്തു. അതായത് ഫെബ് 5-ാം തീയതി 2025 ഫെബ് 5-ാം തീയതി ബുധനാഴ്ച മാർക്കറ്റ് ഫോള് സ്റ്റാർട്ട് ചെയ്ത ആ ലെവൽ ഓൾമോസ്റ്റ് എത്താറായി. ഇതാണ് ആ ലെവല്. ഞാൻ ജസ്റ്റ് ആ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. ആ ലെവൽ എന്ന് പറഞ്ഞാൽ 23,812 എന്ന് പറഞ്ഞ ലെവലാണ്. അപ്പം ഓൾമോസ്റ്റ് മാർക്കറ്റ് ഈ എൻഡയർ ഫോൾ, അതായത് ആ ബഡ്ജറ്റ് റാലിക്ക് ശേഷം വന്ന എൻഡയർ ഫോൾ മാർക്കറ്റ് ഇവിടെ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് എന്തുമാത്രം ബുള്ളിഷ് ആണെന്നുള്ളത്. അപ്പം ഈ ഒരു ഫോൾ എൻഡയർലി ഇവിടെ തിരിച്ചു പിടിച്ചു. നിഫ്റ്റിക്ക് അടുത്ത ഹഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മളിപ്പം ഇത് 1 hour ടൈം ഫ്രെയിമിൽ, ഇതിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ആണ്. 1 hour ടൈം ഫ്രെയിം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ 1, 2, 3, 4, 5, 6, 7 മൊത്തം 7 ക്യാൻഡലുകളിൽ ഒരു ക്യാൻഡിൽ മാത്രമേ നമുക്ക് ഒരു റെഡ് ക്യാൻഡിൽ 1 hour ടൈം ഫ്രെയിമിൽ, അതായത് ഒരു സെല്ലിങ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 1 മണിക്കൂറിന് മുന്നേ ഉള്ള 1 മണിക്കൂറിൽ മാത്രമാണ് ഒരു സെല്ലിങ് വന്ന ഒരേ ഒരു അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയുള്ള ഓപ്പണിങ്ങിൽ ഗ്യാപ്പ് അപ്പ് തൊട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് തന്നെയായിരുന്നു. അപ്പം ഇന്നിപ്പം മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പം ഈ ഒരു സെല്ലിംഗ് ക്യാൻഡലിന്റെ ഹൈ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു സെല്ലിംഗ് ക്യാൻഡലിന്റെ ഹൈ എന്ന് പറയുന്നത് 23,710 ആണ്. അപ്പം ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യൂ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഈ ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് 23,812. അതിനുശേഷം പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒരു പ്രത്യേക റെസിസ്റ്റൻസ് പറയാനായിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന 2 ലെവലുകൾ ഇന്ന് മനസ്സിലുണ്ടായിരിക്കണം. അതായത് 23,714 എന്ന് പറയുന്നത് ഇന്നലത്തെ 1 hour ടൈം ഫ്രെയിമിൽ റെഡ് ക്യാൻഡലിന്റെ ഹൈ ആണ്. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് 23,812. അതും ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടാർഗറ്റ് എന്ന് പറയാനായിട്ടില്ല, നമുക്ക് റെസിസ്റ്റൻസ് കാണുന്നില്ല. അപ്പം എന്തുകൊണ്ട് അപ്പം ഇതിന് മുകളിലോട്ടൊക്കെ നിഫ്റ്റി പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതുമാത്രം ബുള്ളിഷ് ആയിരിക്കും. നമുക്ക് ലൈവ് മാർക്കറ്റ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പൊ താഴോട്ട് ആസ് ഓഫ് നോ നമുക്കിപ്പോ ഇന്നിപ്പം ഒരു താഴോട്ടൊരു ട്രേഡ്, അതായത് ഒരു പുട്ട് സൈഡിലോട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതുപോലെ ബുള്ളിഷ് ആയിരിക്കുമ്പോഴത്തേനും നമുക്കൊരു മീനിങ് ഫുൾ കറക്ഷൻ ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുട്ട് സൈഡിലോട്ട് യാതൊരു കാരണവശാലും ഇപ്പോൾ എൻട്രി പ്ലാൻ ചെയ്യരുത്. ജസ്റ്റ് മാർക്കറ്റ് പൊട്ടുവാണെങ്കിൽ പൊട്ടട്ടെ. നമ്മളൊരു എൻട്രി മിസ്സാകുമെന്നുള്ള ഒരു ഫിയർ കൊണ്ട് നമ്മളൊരു പൊട്ട് ഹോൾഡ് ചെയ്യരുത്. അതായത് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റ് കറക്ഷൻ വന്നേ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരിക്കലും ഒരു പുട്ട് ഓപ്ഷൻ മാർക്കറ്റിൽ അതിന്റെ പ്രൈസ് ആക്ഷനിൽ കാണിക്കണം. അതായത് ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് കാണിക്കാത്തിടത്തോളം സമയം നമ്മൾ പുട്ട് ഓപ്ഷനിലോട്ട് എപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യരുത്. ലെറ്റ് ദ മാർക്കറ്റ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. എപ്പോഴും ഞാനതാ പറയുന്നത്. അതായത് മാർക്കറ്റ് വേണം ആദ്യത്തെ ഒരു മൂവ്മെന്റ് നടത്താനായിട്ട്. അത് കോൾ സൈഡിലോട്ടായിക്കോട്ടെ പുട്ട് സൈഡിലോട്ടായിക്കോട്ടെ. അപ്പൊ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഒരിക്കലും ഒരു ആന്റിസിപ്പേറ്റ് ചെയ്ത് നമ്മളല്ല മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടങ്ങിയിരിക്കുക. നമ്മൾ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്നതിനും വരെ നമ്മൾ പുട്ട് സൈഡിൽ എൻട്രി എടുക്കരുത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഇത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിലെ നമുക്ക് ഇന്നലെ ഈ ഒരു ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ലെവലിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തു, അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ലെവൽ എന്ന് പറയുന്നത് 52,000 ലെവലാണ് ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത ഹഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നിപ്പോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുമോ അല്ലെങ്കിൽ
ഇന്നലത്തെ ക്ലോസിങ്ങിന് അവിടെ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് 52,000 ലെവല് ഒരു ക്രിട്ടിക്കൽ ലെവലാണ്, റൗണ്ട് നമ്പർ ആണ്, അത് ഓർമ്മ വേണം. 52,000 എന്ന് പറയുന്നത് ഒരു റൗണ്ട് നമ്പർ ആണ്. ഇതും ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും പിടി കിട്ടാത്ത രീതിയിൽ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ പുട്ട് സൈഡിലോട്ട് എൻട്രി, ഇപ്പൊ മാർക്കറ്റ് രാവിലെ ഒരു ഗ്യാപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞോ ഒരു സെല്ലിങ് വന്നാൽ പോലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പുട്ട് സൈഡിലോട്ട് എൻട്രി പ്ലാൻ ചെയ്തിരിക്കുക. നമുക്ക് മാർക്കറ്റ് ഒരു നല്ലൊരു ബിയറിഷ്നെസ് കാണിക്കാതെ നമുക്ക് ഒരിക്കലും ഇനി പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചാടി കയറി നമ്മൾ കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കുക എന്നുള്ളതുമല്ല, നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ക്യാൻഡലുകൾ ഇങ്ങനെ ഫോം ചെയ്യുമ്പോഴത്തേനും നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെ നിന്നാണ് സെല്ലിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് വേണം, അല്ലെങ്കിൽ ഒരു സെല്ലിങ്ങിൽ നമുക്ക് ഒരു ഹോൾസെയിലോട്ട് എൻട്രി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ബുർജ് ഖലീഫ പോലെ മാർക്കറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് എവിടെ വെച്ച് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് എപ്പോഴും നമുക്ക് ഒരു എൻട്രി എടുക്കുമ്പോൾ നമുക്ക് വേണ്ടിയത് നമുക്കൊരു പോക്കറ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പം ആ പോക്കറ്റ് സ്റ്റോപ്പ് ലോസ് കിട്ടാതെ നമ്മളൊരു എൻട്രി എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം ഈ പറയുന്ന ലെവലുകളും നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.